അതേത് മാത്രമുള്ള ദൈവമാണേലും ദൈവം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ നമ്മൾ ദൈവം സ്നേഹമാണ് ദൈവം. പള്ളി കണ്ടു, നമ്മുടെ പള്ളി കണ്ടു, നമ്മുടെ മുസ്ലിം പള്ളി കണ്ടു, നമ്മുടെ ഒരു അമ്പലം കണ്ടു, ദൈവമേ നമ്മളൊന്ന് സങ്കടം എന്ന് കേൾക്കുന്നവർക്ക് നമുക്ക് എനിക്കത് ഭയങ്കര വിഷമമാണ്. എല്ലാവരും ഇപ്പോൾ ഒരാൾ എൻ്റെ ഒരു ഫ്രണ്ട്സിനെ കണ്ടു, സുഖമാണോ, സുഖമാണല്ലേ, ഓക്കെ ഓക്കെ, സുഖമല്ലേ, സുഖം. ഒരാൾ പറയും അയ്യോ എനിക്കിങ്ങനെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം വരും. നമ്മൾ നിന്നത് എവിടെയാ? തട്ടയില്ല. ആ തട്ടയിൽ തന്നെ നമ്മൾ വരും. എത്ര ട്രോഫി പഠിച്ച് മേളിൽ കയറി പോയാലും നമ്മൾ താഴോട്ട് ചാടുന്ന തട്ടയിലോട്ടാ എന്ന് പറയുന്ന പോലെ ഞാൻ ആ എന്ത് ഉയരങ്ങളിൽ ചെന്നാലും നാടകം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ജോലി സാർ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് മൂവി ചെയ്യണം. സിബി സാർ പറഞ്ഞു മോളെ നീ എത്രയും പെട്ടെന്ന് നീ മലയാളം പടം ചെയ്യണം എന്ന് പറഞ്ഞു. അവളിപ്പോൾ എന്തായാലും മലയാളത്തിൻ്റെ ഒരു സംഭവം അവള് സ്വിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. താമസിക്കാതെ അവളിവിടെ വരും. അമ്പിളിച്ചേട്ടൻ റിഹേഴ്സലിൽ കാണിച്ചതല്ല, ടേക്ക് കാണിച്ചത്. അപ്പോൾ കൺഫ്യൂഷൻ വന്നു എനിക്ക്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ പറഞ്ഞു അതൊന്നും നോക്കണ്ട, പൊന്നമ്മയുടെ ടൈമിന് കറക്റ്റ് പറഞ്ഞു, ഞാനങ്ങനെ പല കാര്യങ്ങളും ചെയ്യും, എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ബേസിക്കലി ഡാൻസാണ് എൻ്റെ ബേസ്, എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. പിന്നെ പുതിയ പിള്ളേരായിരുന്നു മ്യൂസിക്കൊക്കെ സിബി സാർക്ക് ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം ഒരു ഹോളിവുഡ് ഷോർട്ട് മൂവിക്ക് നമ്മുടെ ഒരു കൾച്ചറിൽ നിന്നൊരു മ്യൂസിക് ചെയ്യാന്ന് പറയുന്നത് അതൊക്കെ സാറിനെ അത്ഭുതപ്പെടുത്തി. മനസ്സിലായോ? എൻ്റെ ഹസ്ബൻഡ് സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് 2000-ലെ നാടകരചന. ഓ നമുക്ക് ലാലേട്ടനായിരുന്നു നമ്മൾ അഭിനയിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കാറുണ്ട്. കൂടെ നിന്ന് അഭിനയിക്കുമ്പോഴും അവർ സജഷൻസ് പറഞ്ഞു തരികയും എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പുറത്തോട്ട് വന്ന പിള്ളേരുകളും. ഞങ്ങൾ പരസ്പരം അഭിനയിക്കുമ്പോഴും അവർ നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. പിന്നെ എനിക്ക് നല്ല മക്കളെ തന്നെയാണ് ദൈവം തന്നെ. അത് തന്നെ ദൈവത്തിന് ഒരുപാട് നന്ദി. മക്കളെ ഓർത്ത് എനിക്കൊരു ടെൻഷനൊന്നും ഇല്ലല്ലോ. ഹാപ്പി അല്ലേ? മലയാള സിനിമയിൽ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പ്രിയങ്കരിയായ നടി, 350 പരം ചിത്രങ്ങളിലെ അഭിനയ സാന്നിധ്യം, പ്രിയപ്പെട്ട പൊന്നോ ബാബു ചേച്ചി. നമസ്കാരം ചേച്ചി. നമസ്കാരം. വളരെ കാലത്തിന് ശേഷമാണ് ഇക്കുറി ചേച്ചിയെ കാണാൻ കഴിഞ്ഞത്. ഏറെക്കുറെ 10 വർഷങ്ങൾക്ക് ശേഷം. പടനായകൻ എന്ന നിസ്സാറിൻ്റെ ചിത്രത്തിലൂടെയാണല്ലോ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. എങ്ങനായിരുന്നു ആ രംഗപ്രവേശം? അതല്ല, നാടകത്തിൽ നിന്ന് സിനിമയിലോട്ട് തന്നെ ഓഫർ കിട്ടുപോയതേ. പിന്നെ ഒരു നാടകത്തിൽ അഭിനയിക്കേണ്ട സമയത്ത് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് എത്തുന്നത്. സാറിൻ്റെ ആ പ്രൊഡ്യൂസർ, ഞാനന്ന് നാടകം ഫൈനാൻസ് കളി നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നാടകത്തിൽ കണ്ടു, അങ്ങനെ ചോദിച്ചു. അങ്ങനെ വന്നപ്പോൾ കറക്റ്റായി പടം എടുക്കുന്ന സമയമായിരുന്നു. അങ്ങനെയാണ് ഞാൻ നിസാർ സാറിൻ്റെ ഈ പടത്തിലൂടെ ഞാൻ വന്നത്. പടനായകന് ശേഷം ഒത്തിരി നല്ല വേഷങ്ങളുടെ ഒരു കൈ നിറയെ വേഷങ്ങൾ കിട്ടിയാണ്. ഞാൻ ചെറിയ പടത്തിലൂടെയാണ് വന്നതെങ്കിലും എല്ലാം എത്തിപ്പെട്ട എല്ലാം വലിയ പടങ്ങളായിരുന്നു. അന്നത്തെ ആ സാഹചര്യത്തിൽ നമ്മൾ ഹരിഹരൻ സാർ, MD ഹരിഹരൻ സാറിൻ്റെ എൻ്റെ സ്വന്തം ജാനകിക്കുട്ടി, ലോഹിതദാസിൻ്റെ കാരുണ്യം, CP മലയ സാറിൻ്റെ നീവരോളം, ഷാജി കൈലാസിൻ്റെ പടങ്ങൾ, അങ്ങനെ അന്ന് കമൽ സാറിൻ്റെ പടങ്ങൾ, അങ്ങനെ കുറേ നല്ല പടങ്ങളായിരുന്നു. ഇങ്ങനെയുള്ള വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ ആദ്യം ഒരു പുതിയ താരം എന്ന രീതിയിൽ വരുമ്പോൾ ചേച്ചിക്ക് എന്ത് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു? ഒന്നുമില്ല, എനിക്ക് എന്ത് ഫീലിംഗ്, അവർ പറഞ്ഞ് ഞാൻ അനുസരിക്കും. നാടകത്തിലുള്ള എക്സ്പീരിയൻസ് നിന്നും വ്യത്യസ്തമായിരുന്നല്ലോ സിനിമ. 3 അതിരുകൾക്കുള്ളിൽ നിൽക്കുന്ന നാടകവും എന്താ പറയുക, നമ്മുടെ സിനിമയിൽ അതല്ലല്ലോ. പ്രേക്ഷകരെ എന്താ പറയുക, സ്ക്രീനിലൂടെ ആവാഹിച്ചെടുക്കുന്ന ഒരു കലയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാടകത്തിൻ്റെ അന്തരവും സിനിമയുടെ അന്തരവും ഒരു നടി എന്ന രീതിയിൽ, മീൻസ് ഒരു അഭിനേത്രി എന്നതിൽ എന്തുമാത്രം ചേച്ചിക്ക് ഫീൽ ചെയ്തു? നല്ല വ്യത്യസ്തതയല്ലേ. നാടകമല്ലല്ലോ സിനിമ അല്ലല്ലോ സീരിയൽ. നാടകത്തിലെ അഭിനന്ദനം എന്ന് പറഞ്ഞാൽ ഒരു വേഷം ചെയ്ത ഉടൻ തന്നെ അഭിനന്ദനം അറിയിക്കും, നന്നായിരുന്നു. സിനിമ അങ്ങനെയല്ല. തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ് അല്ലെങ്കിൽ TV-യിൽ വന്ന എന്നിട്ട് നന്നായിരുന്നു, അവർക്ക് നേരിട്ട് വിളിച്ച് പറയാൻ പറ്റത്തില്ല. മറിച്ച് അവർ കത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റു ആർട്ടിക്കിളിലൂടെ അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ഒരിക്കലും നാടകവും സിനിമയും തമ്മിൽ വ്യത്യാസമാണ്. അഭിനന്ദനം നേരിട്ട് അറിയിക്കാൻ പറ്റുന്നില്ല. അല്ല, ഇപ്പം ഏകദേശം നാടകം പോലെയൊക്കെ ആയി സിനിമ. എന്നാ വെച്ചാൽ പറ്റുന്നതല്ല. ഇപ്പം നമ്മൾ ഒരു സിനിമ തിയേറ്ററിൽ കയറി സിനിമ കണ്ടു, ഇറങ്ങുമ്പം തന്നെ നമ്മുടേതായ ആൾക്കാർ നിൽപ്പുണ്ട് മൈക്കുമായിട്ട്. പടം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നമ്മുടെ നാടകം അതൊക്കെ തന്നെയായിരുന്നു. നാടകം ഞങ്ങൾ കളിച്ചിറങ്ങുമ്പോൾ കാലഘട്ടം ഇപ്പൊ നാടകത്തിന്റെ കാര്യം പറഞ്ഞവരായി ഇതിപ്പോ ഞാൻ നാടകം കളിക്കുമ്പോൾ ചേച്ചി നാടകം നന്നായിരുന്നു, സൂപ്പറായിരുന്നു, നമ്മൾ ആൾക്കാർ നേരിട്ട് പറയും. എന്ന് പറഞ്ഞാലും സിനിമയും അന്ന് കത്തെഴുതണം, നമ്മളെ വിളിച്ചറിയിക്കാൻ പാടാ. ഇന്ന് അതല്ല. ഇന്ന് നമ്മുടെ സ്റ്റാർസ് എല്ലാം കയറി സിനിമ കണ്ടിറങ്ങിയാലും ആൾക്കാർ നിൽപ്പുണ്ടാവും. പടം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, പടം എങ്ങനെയുണ്ട്, നന്നായിരുന്നു, നമ്മൾ കാണുന്നില്ലേ മറ്റു പല പടങ്ങളെയും. അപ്പൊ ഇന്നും ആൾക്കാർ അത് നേരിട്ട് തന്നെ ഇന്നിപ്പോൾ ആൾക്കാർ നമ്മളെ അറിയിക്കുന്നുണ്ട്. കൊള്ളുകാലം തന്നെ ആൾക്കാർ പറയുന്നില്ലേ. അതെ. ഈ തൻ്റെടിയായ പിന്നെ കഥാപാത്രങ്ങൾ, തൻ്റെ ഇടത്തമുള്ള കഥാപാത്രങ്ങളിൽ പൊന്നമാവ് വരികയും
പെട്ടെന്ന് തന്നെ അടുത്തൊരു പടത്തിൽ വളരെ സാധുവായ ഒരു സ്ത്രീയുടെ വേഷങ്ങൾ വരികയും ഒരു സിനിമയിൽ വളരെ കോമഡി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അമ്പിളിച്ചേട്ടനോടൊപ്പമുള്ള അങ്ങനെ കഥാപാത്രങ്ങൾ, മറ്റൊരു സിനിമയിലാണെങ്കിൽ സാധുവായ ഒരു സ്ത്രീയായിട്ട് ഇങ്ങനൊരു പരകായ പ്രവേശം സിനിമയിൽ, അതായത് കഥാപാത്രത്തിൽ നീങ്ങുവാൻ പൊന്നമ്മ ബാബു എന്ന് പറയുന്ന കല പെട്ടെന്ന് കഴിയുന്നു. എങ്ങനെയാണ് അത് പെട്ടെന്ന് സാധ്യമാകുന്നത്? ഓരോ കഥാപാത്രങ്ങൾ പറയുമ്പോൾ നമുക്കറിയില്ല എങ്ങനെ സഞ്ചരിക്കണമെന്നുള്ളത്. ഇപ്പോൾ ഒരു അമ്മയാണെങ്കിൽ ഒരു കഥ എന്നെ വിളിക്കുമ്പോൾ പിന്നെ ചേച്ചി ഒരമ്മ വേഷമാട്ടോ, അമ്മയുടെ സ്വഭാവം നമ്മൾ ചോദിക്കും, അമ്മ എങ്ങനെയാണ്, ഇച്ചിരി വില്ലത്തിയാണോ, അയ്യോ അയ്യൊരു പാവം അമ്മയാണ് എന്ന് പറയുന്ന അമ്മയായിരിക്കും. അല്ലെങ്കിൽ ചിലർ പറയും പിന്നെ ഇച്ചിരി ഹ്യൂമർ കൂടെ ഉള്ള ആഡ് ചെയ്തിട്ടുള്ള സാധനം എന്ന് പറയും. പിന്നെ ചിലർ പറയും ഇച്ചിരി നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരമ്മ എന്ന് പറയും. അത് ഇച്ചിരിയുടെ ഹ്യൂമറിൽ വർക്കൗട്ട് ചെയ്ത് നന്നായിരിക്കും എന്ന് പറയും ഒന്ന്. പിന്നെ ആണെങ്കിൽ പക്ക ഒരു നെഗറ്റീവാണ്, അതിനകത്ത് ഒരു ഹ്യൂമറും ഇല്ല, ഒന്നുമില്ലെങ്കിൽ അവർ പറയും അതിനകത്ത് ഹ്യൂമറൊന്നും ഉണ്ടാവില്ല, പക്ക നെഗറ്റീവ് ക്യാരക്ടർ. അതാണ് ഞാൻ അവതാരം ചെയ്തത് ജോഷി സാറിൻ്റെ പടം. അവതാരത്തിൽ ഞാൻ പക്ക ഒരു നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു ദിലീപിൻ്റെ പടം. അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ ദിലീപിൻ്റെ പടം, പിന്നെ വിദേശി നായർ സ്വദേശി നായർ എന്ന് പറഞ്ഞൊരു പടം അന്ന് ഞാൻ ചെയ്തത്. അതും ഞാനൊരു ഒത്തിരി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരുന്നു. കാരണം അതിനകത്ത് രാജൻ വിദേവാണ് എൻ്റെ ഹസ്ബൻഡായിട്ട്. പുള്ളി അത് സാധു മനുഷ്യൻ, ഭാര്യ അപ്പൊ എന്റെ അടുത്ത് പറയും നീ ഇപ്പൊ പടത്തിൽ രാജൻ ബീദേവും ഞാൻ പൊന്നമ്മ ബാബു ആയിരുന്നു, മീൻസ് രാജേട്ടൻ പൊന്നമ്മ ബാബു ആയിരുന്നു തിരിച്ചു പറയുമായിരുന്നു. അപ്പം അങ്ങനെ ആ കഥാപാത്രത്തെയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയുള്ളത് വെച്ചാൽ പൊളിറ്റിക്സ് ക്യാരക്ടർ പറയാതെ വേറൊന്നും കൂടെ ഉണ്ട്. നമുക്ക് ഈ പൊളിറ്റിക്സ് ക്യാരക്ടറും നമ്മൾ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അത് ഓരോ ഡയറക്ടർക്കും ഒരു എഴുത്തുകാരനും തോന്നുന്നതാണല്ലോ. ഒരു സിനിമ എഴുതുമ്പോൾ ആ സിനിമയ്ക്കകത്ത് കഥാപാത്രം വരുമ്പോൾ ഇത് പരം ചേച്ചിയുടെ നന്നായിരിക്കും. നമ്മുടെ ഒരു കഥാപാത്രത്തെ ഏത് കഥാപാത്രത്തോട്ടും നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ കഴിയും. ഒരു കലാകാരി അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ നമ്മുടെ ധൈര്യം, നമ്മുടെ ചങ്കൂറ്റം, നമ്മുടെ ധൈര്യം, നമ്മുടെ അഹങ്കാരം എന്നൊക്കെ പറയുന്നത്. എന്നാലും മലയാള സിനിമയിൽ എന്താ പറയുക ഹാസ്യ കഥാപാത്രങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ അമ്പിളിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ ഹാസ്യ കഥാപാത്രങ്ങൾ ശോഭിച്ചു. അതുപോലെ പൊന്നമ്മ ബാബുവിനെയും ഒരു ഹാസ്യ കഥാപാത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ തിളങ്ങുന്നുവെന്ന് കൽപ്പനയൊക്കെ പറയുമല്ല. മരിച്ചുപോയ കൽപ്പനയും ഹാസ്യ കഥാപാത്രങ്ങൾ ഇപ്പം നല്ല അടിയാണ്, പക്ഷേ ഹാസ്യ കഥാപാത്രങ്ങളിലാണ് അവരെ കൂടുതൽ ശോഭ. അതുപോലെ പൊന്നമ്മ ചേച്ചി ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്യുന്നതാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇരികയുന്നിട്ട്. എന്നിരുന്നും മറ്റു കഥാപാത്രങ്ങൾ മോശമെന്നല്ല പറഞ്ഞത്, എങ്കിലും ഹാസ്യ കഥാപാത്രങ്ങളെ ഇരുകൈ നീട്ടി സ്വീകരിക്കുക മലയാളിയുടെ ഒരു ശീലമായിരുന്നു. അത് ചെയ്യാൻ ആളില്ലല്ലോ. കറക്റ്റ്, അതാ ആളില്ല, എല്ലാവരോടും ചെയ്യാനല്ലേ നമ്മൾ പറയണേ. അതാ കറക്റ്റ്. അല്ല, അത് ചെയ്യാൻ പാടാണ്. മറ്റ് ഇതിനെ അപേക്ഷിച്ച് ഹാസ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ വളരെ പാടാണ്. ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. സ്വയം ചിരിക്കാതെ മറ്റുള്ളവരെ ചിരിപ്പിക്കുവാൻ കാണിക്കുന്ന ഒരു എന്താ പറയുക അപാരമായ ഒരു കഴിവിൻ്റെ പ്രതീതിയാണ്. എല്ലാം ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് നമ്മൾ അതിനെ കാണുന്നു. അഭിനയം എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ബേസിക്കലി ഡാൻസറാണ്. ഡാൻസാണ് എൻ്റെ ബേസ്, എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. നൃത്തത്തിലൂടെയാണ് ഇതെല്ലാം നമുക്ക് ഉണ്ടായിരിക്കുന്നത്, മനസ്സിലായോ? പിന്നെ നമ്മുടെ ഗുരുക്കന്മാരുടെയും നമ്മുടെ ബോർഡിരിക്കുന്ന ഒരാളിൻ്റെ വരെയും. ചേച്ചി ഭയങ്കര ദൈവവിശ്വാസിയാണല്ലേ? ഞാനും ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും എനിക്ക് എല്ലാ മതങ്ങളിലും എല്ലാ മതങ്ങളിലൂടെ നല്ല വശങ്ങളെ സ്വീകരിക്കും. തീർച്ചയായും അത് ഏത് മാത്രമുള്ള ദൈവമാണെങ്കിലും ദൈവം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ സ്നേഹമാണ് ദൈവം. പള്ളി കണ്ടു, നമ്മുടെ പള്ളി കണ്ടു, നമ്മുടെ മുസ്ലിം പള്ളി കണ്ടു, നമ്മുടെ ഒരു അമ്പലം കണ്ടു, ദൈവമേന്ന് നമ്മളൊന്ന് ബൈബിൾ വായിക്കുന്നു. ബൈബിളൊന്നും കിടക്കാൻ നേരത്ത് ബൈബിൾ വായിച്ചിട്ടാണ് കിടക്കാം. ബൈബിൾ വായിച്ച് കിടക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക എപ്പോഴും എനിക്ക് എപ്പോഴും എനർജി ആയിട്ടിരിക്കാൻ ഇഷ്ടം എപ്പോഴും. ആർക്കെങ്കിലും ഇതിൽ ബൈബിൾ സന്ദേശങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ? എനിക്ക് നല്ല വചനങ്ങൾ കിട്ടുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. നല്ല വചനം ഇപ്പോൾ അവർക്കും എന്തെങ്കിലും തരത്തിൽ വിഷമിച്ചിരിക്കുന്നവരാണെന്ന് പറയുമ്പോൾ ഞാൻ വചനം പാസ് ചെയ്യും. നല്ല വചനങ്ങൾ കിട്ടുമ്പോൾ അവർക്കൊരാശ്വാസം അത് കിട്ടുമ്പോൾ അല്ലെങ്കിൽ പേടിക്കണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ കല്ലിൽ മുള്ളിൽ ചവിട്ടിയാൽ നിനക്ക് നിന്റെ കാൽപാദങ്ങളിലൊന്നും നിനക്ക് സർപ്പത്തെ വരെ ചവിട്ടും, പക്ഷെ നിനക്ക് ഒന്നും ഏൽക്കില്ല, നിന്നെ കാക്കാൻ ദൈവം കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന കുറെ നല്ല വചനങ്ങളൊക്കെ കിട്ടും. ഒരു കൊച്ചു പ്രവാചകയും കൂടെയാണ് ഒരു പരിധി വരെ. മറ്റുള്ളവരെ ഒന്നുമില്ല, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല മനസ്സിന്റെ ഉടമകൾക്ക് അങ്ങനെ പറ്റും. സങ്കടം എന്ന് കേൾക്കുന്നവർക്ക് നമുക്ക് എനിക്കത് ഭയങ്കര വിഷമമാണ്. എല്ലാവരും ഇപ്പോൾ ഒരാളെ എൻ്റെ ഒരു ഫ്രണ്ട്സിനെ കണ്ടു, സുഖമാണോ? സുഖമാണല്ലേ? ഓക്കെ സുഖമല്ലേ? സുഖം. ഒരാൾ പറയും അയ്യോ എനിക്കിങ്ങനെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം വരും. ചോദ്യം അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയിട്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന ദൈവം
നമുക്ക് ഈശ്വരൻ ഞാൻ എന്താ പറയുന്നത്, നമുക്ക് ഓരോന്ന് സ്വപ്നം കാണുന്നതിനേക്കാളൊക്കെ ദൈവം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എല്ലാവരും നല്ല പൊസിഷനിലാണ്, എല്ലാവരും നല്ല പൊസിഷനിൽ എല്ലാവരും എത്തി. കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു മകൾ ഒരു മകളല്ല, എനിക്ക് 3 മക്കൾ. ഒരു മകള് ഒരു സിനിമയൊക്കെ അത് എൻ്റെ മോള്, മൂത്ത മോള് ഓൾറെഡി അവളിപ്പം ഓസ്ട്രേലിയയിൽ അവളിപ്പോൾ അവിടെ പിന്നെ അവിടെ വർക്ക് ചെയ്യാണ് അവളവിടെ. അപ്പം അതിനിടയിലാണ് അവൾ ഇങ്ങനെ ഒരു ഷോർട്ട് മൂവി ചെയ്തു, ഇപ്പോൾ അവിടെ ഡയറക്റ്റ് ചെയ്തു. അത് നല്ലൊരു നമ്മളത് പ്രിവ്യൂ വെച്ചായിരുന്നു എറണാകുളത്ത്. അത് എല്ലാവരും നല്ല ഒപ്പീനിയൻ പറഞ്ഞു. ജോഷി സാറിനാണ് ആദ്യം കാണിച്ചത്. സാറാണ് ഗംഭീരമായിരിക്കുന്നത് മോളെ അടുത്ത് പറയുന്നത്. പിന്നെ സിബി സാറ്, പിന്നെ നമ്മുടെ പൽപ്പകുമാർ, സോഹൻ, അങ്ങനെ ആവശ്യം നമ്മൾ പ്രിവ്യൂ വെച്ചായിരുന്നു ശ്യാംതൻ്റെ സ്റ്റുഡിയോയിൽ. അങ്ങനെ എല്ലാം നല്ല ന്യൂസ് കവറേജ് എന്ന് പറഞ്ഞാൽ മീൻസ് പത്രം, ഓൺലൈൻ ചാനലിനും അല്ലെങ്കിൽ മറ്റുള്ള ചാനൽസിനും നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. എത്ര മിനിറ്റ് ദൈർഘ്യമുണ്ടത്? 22. എന്തായിരുന്നു ആ സിനിമ ചെയ്യാനുള്ള പ്രചോദനം? അല്ല, അവൾക്ക് സിനിമ ചെയ്യാൻ വേണ്ടിയാ, അവൾക്ക് സിനിമ ചെയ്യണം അതിന് വേണ്ടിയാ. എന്നുവെച്ചാൽ അവളിപ്പോൾ ഒരു ഇത് ചെയ്തിട്ടൊരു മലയാളം പടം ചെയ്യാനുള്ള അവള് തന്നെയാണ് കഥയും. അമ്മയുടെ വഴിയല്ല, അവൾ കുറച്ചുകൂടെ ഉയരത്തിലേക്ക്. അത് പപ്പയുടെ വഴിയാ. ഹസ്ബൻഡ് നാടക രചനയാണല്ലോ എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ ഹസ്ബൻഡ് സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് 2000-ലെ നാടക രചന. ഓ, അന്ന് ചെറുപ്പത്തിൽ അവൾ എഴുതുമായിരുന്നു. അവൾ എഴുതുകയും നന്നായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു. അവളുടെ 3 മക്കളല്ലേ? പിങ്കിയാണ് 2 പടം ഹീറോയിനായിട്ട് അഭിനയിച്ചത്. അവളും ഓസ്ട്രേലിയയില, 2 പെൺമക്കൾ 2 ഓസ്ട്രേലിയയില്. മോനാണ് ലണ്ടനില്, UK-യിലാണ്, കല്യാണം കഴിച്ചിട്ടില്ല. എല്ലാവരും ഇത് തന്നെ, എല്ലാവരും കലയുണ്ട് എല്ലാവരുടെ ഉള്ളിലും. ദൈവം അറിഞ്ഞ് അവരൊക്കെ അവരുടേതായ രീതിയിൽ വരുമ്പോൾ അവർ വരട്ടുന്നേ. പിള്ളേരൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ. ഇപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ അത് നമ്മൾ എത്ര മൂടി വെച്ചാലും അത് ദൈവം എപ്പോഴായാലും ഇത് പുറത്തോട്ട് വരും. അതിപ്പോ അവളുടേതായ കഴിവ് ദൈവം ഇപ്പോൾ അവൾ പുറത്തോട്ട് കൊണ്ടുവന്നു. അവള് നല്ല രീതിയിൽ നിന്ന് അവൾ ചെയ്യട്ടെ, വരട്ടെ. നല്ല സാധാരണ ഈ പെൺ ഡയറക്ടേഴ്സ് വളരെ കുറവാണ്. പിന്നെ രേവതി അസാധ്യ ഡയറക്ടറാണ്. പണ്ട് ഷീല ഇവിടെ ചെയ്യുമായിരുന്നു, വിജയ നിർമ്മല ചെയ്യുമായിരുന്നു. എന്നാലും അങ്ങനെ ആ ശ്രേണിയിൽ വളരെ ആൾ കുറവാണ്. പിന്നെ കുക്കു ചെയ്തു. പിന്നെ എന്താ പറയുക, ഗീതു മോഹൻദാസ് ഇസ് ബെറ്റർ ഡയറക്ടറാണ്. അപ്പോൾ ആ ഒരു ശ്രേണിയിലേക്ക് വരുവാൻ ചേച്ചിയുടെ മുകളിൽ ഞങ്ങളൊക്കെ അല്ലേ ഉള്ളത് ഇവിടെ. പിന്നെ എന്റെ സിനിമാ ഫാമിലി അല്ലേ എന്റെ പുറകിലുള്ള എല്ലാവരും. എന്റെ കുടുംബം എല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങളുടെ അമ്മ സംഘടന എന്ന് പറയുന്നത് എന്റെ ഫാമിലിയാണ്. അവര് എന്റെ ഫാമിലി മെമ്പേഴ്സ് അല്ലേ അവരെല്ലാവരും ഉള്ളത്. അവർ പ്രോത്സാഹിപ്പിക്കും. പിന്നെ ചേച്ചിയുടെ അഭിനയത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ച ആരാണ് ആക്ച്വലി വീട്ടിൽ? എന്റെ വീട്ടിൽ എന്റെ മക്കള്, ഹസ്ബൻഡ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഏതെങ്കിലും സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് പൊന്നമ്മ ചെയ്യേണ്ടിയില്ലായിരുന്നു, അല്ല ഇത് ചെയ്യണമായിരുന്നു എന്ന് പറയാറുണ്ട്? ഇല്ല, അങ്ങനെയൊന്നും ആരും പറയാം. ഞാൻ പടങ്ങൾ എടുക്കുന്ന തന്നെ അവർക്കറിയാം. ഞാനത് ഒരു സീനേ ഉള്ളൂ, അത് പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ഞാൻ പോയി ചെയ്യാം. അതല്ലാതെ ചില സീൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ എന്നെ വിളിച്ചു. അപ്പോൾ ആ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. അത് പിള്ളേരോട് ഞാൻ ഡിസ്കസ് ചെയ്ത ശേഷം ഞാൻ ആ സിനിമ വേണ്ടെന്ന് വെച്ചത്. അത് കുറച്ച് നെഗറ്റീവ് വാക്കുകളൊക്കെ പറയുകയും, ഒരു സിസ്റ്ററാണ്, ഒരു കന്യാസ്ത്രീയാണ്. അപ്പോൾ കന്യാസ്ത്രീകളെ അങ്ങനെ പറയുന്ന വാക്കുകൾ നമുക്ക് പറ്റും. അത് ഞാൻ അതുകൊണ്ടൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ അതൊക്കെ ഞാൻ മാറ്റിവിടും, ഞാൻ ചെയ്യത്തില്ല. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മ കവിയൂർ പൊന്നമ്മയുടെ ചെറിയൊരു സാമ്യം ആരെങ്കിലും ഒക്കെ അത് പറയുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടോ പൊന്നമ്മ കവിയൂർ പൊന്നമ്മയുടെ അനിയത്തിയാണ് പൊന്നമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എത്രയോ പേര്. പൊന്നമ്മയ്ക്ക് ശേഷം മറ്റൊരു പൊന്നമ്മ എന്നൊക്കെയായിരുന്നു എനിക്ക് വന്നിരുന്നത്. അല്ല, അങ്ങനെ ആ ലെവൽ വരുമായിരുന്നു. ചേച്ചി കോമഡിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ. അല്ല, എനിക്ക് തനിയാ ഒരേ റോള് നിൽക്കാൻ താല്പര്യമില്ല. പൊന്നമ്മ ചേച്ചി എന്ന് പറയുന്നത് ചേച്ചി ഒരേ സ്ഥായി, അതിനപ്പുറം വേറെ ചിന്തിക്കാൻ അവർക്ക് പറ്റില്ല. എനിക്ക് ലളിത ചേച്ചി, മീന ചേച്ചിയൊക്കെ ചെയ്ത പോലെ, കുമാരിയമ്മയൊക്കെ ചെയ്ത പോലെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോഴും. ഞാൻ എൻ്റെ പടത്തിനകത്താണെങ്കിൽ ഞാനാണെങ്കിൽ എന്നെ ഒരുപാട് എന്താ പറയുക ഡള്ളാക്കി, എന്നെ ഒരുപാട് ഇങ്ങനെ ബ്ലാക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ഒരു കോളനിയിലെ സ്ത്രീയാണ്. അപ്പോൾ ആ ഡള്ളാക്കി ഞാനത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന പടം കഴിഞ്ഞ പടം കൊണ്ടുകൊടുത്ത് ചീന ട്രോഫി കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൈൻ നിക്കത്തിൻ്റെ എന്താ പറയുക ലിറ്റിൽ ഹാർട്ട് എന്നും പറഞ്ഞിട്ട് മൂവി ചെയ്ത് ഇപ്പം ആ പടം. അപ്പോൾ അതെല്ലാം വ്യത്യസ്തതയാണ്. ഞാൻ വ്യത്യസ്ത ചെയ്യുന്നതാണല്ലോ എനിക്ക് വ്യത്യസ്ത വേഷങ്ങൾ കിട്ടുന്നത്. അല്ല, അതാണ് വളരെ ഷോർട്ട് ടൈം. എനിക്ക് തോന്നുന്നു 1990-കളുടെ ആദ്യകാലങ്ങളിൽ ഏറെക്കുറെ ആ സമയത്ത് വന്ന് ഇപ്പോൾ 2020 ആകുമ്പോഴേക്ക് ഏറെക്കുറെ 300-ൽ പരം. അതെ, 96-ൽ വന്ന ഒരു നടി, ഒരു അഭിനേത്രി 350-ൽ പരം സിനിമകൾ അഭിനയിച്ചത് നിസ്സാര കാര്യമല്ല. പ്രേക്ഷകർ അത്രത്തോളം ഇഷ്ടപ്പെടുകയും
നമ്മുടെ കഥാകൃത്തുക്കൾ ഡയറക്ടേഴ്സൊക്കെ ചേച്ചിയെ വെച്ച് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന ആർട്ടിസ്റ്റ് മലയാളത്തിന് വേണം, മലയാള സിനിമയ്ക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ്. അതൊരു ഭാഗ്യമാണ് ഈ പറഞ്ഞ പോലെ. സീരിയൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് സീരിയൽ ചെയ്തായിരുന്നു. ഞാൻ ഹിറ്റ്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ഞാൻ ചെയ്തായിരുന്നു കേരളത്തിന് വേണ്ടിയിട്ട്. 18 കൊല്ലം കൂടി ചെയ്ത ആ സീരിയൽ. അത് മാത്രമല്ല ഒരുപാട് ഇവന്റ് പ്രോഗ്രാമുകളിലും അല്ലാത്ത ഷോസുകൾ ചെയ്തായിരുന്നു. നമ്മുടെ അമ്മ ഷോ ചെയ്യാറുണ്ട്. അല്ലാത്തല്ല നമ്മളെ ഷോസുകളൊക്കെ ഞാൻ പോകാത്ത രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളും കവർ ചെയ്ത ഷോസുമായിട്ട് ഷോ പോകാറുണ്ട് ധാരാളം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഈ ഓണത്തിന് ബേക്കറിലൊരു ഷോ ഉണ്ടായിരുന്നു. ബേക്കറിൽ ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷോയും ചെയ്യാറുണ്ട്. മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി അങ്ങനെ തുടങ്ങിയ അവരോടും പിന്നെ ഈ പുതിയ തലമുറയിലെ ഷെന്നുക ആയാലും ഷെൻ ടോം ജാക്ക ആയാലും ധ്യാൻ ശ്രീനിവാസനായാലും ഇവരോടൊക്കെ ഒരുമിച്ച് അഭിനയിക്കുകയാണ്. അങ്ങനെ ഈ 2 തലമുറയിലും ഉള്ളവരോട് ഇഴുകിച്ചത് അഭിനയിക്കാൻ ചേച്ചി കഴിഞ്ഞു. എന്താണ് ഇവരിലൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൻ്റെ? സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം എന്താണെന്നറിയാവോ, നമുക്ക് ലാലേട്ടനായാലും നമ്മൾ അഭിനയിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കാറുണ്ട്. കൂടെ നിന്ന് അഭിനയിക്കുമ്പോഴും അവർ സജഷൻസ് പറഞ്ഞു തരികയും എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പുറത്തോട്ട് വന്ന പിള്ളേരുകളും. ഞങ്ങൾ പരസ്പരം അഭിനയിക്കുമ്പോഴും അവർ നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. ആ പുതിയ ആൾക്കാരാകുമ്പോൾ പുതിയ നമ്മൾ ഈ നായകന്മാരാകുമ്പോൾ ചേച്ചിയോടുള്ള ഒരു സ്നേഹത്തിൻ്റെ റെസ്പെക്റ്റിൻ്റെ എന്നോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. ഷൈനിക ആയാലും മറ്റേ നമ്മുടെ ധ്യാനായാലും പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഫഹദിനോടൊപ്പം ഞാൻ മറ്റേ മമ്മൂക്കയും ഫഹദുള്ളൊരു പടമുണ്ടല്ലോ, ഫഹദായാലും എല്ലാവരും അവരെല്ലാവരും നമ്മളിപ്പോൾ കാണുമ്പോൾ എന്നോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ അവർ നമുക്ക് തരാറുണ്ട്. നല്ല 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 ആക്ടേഴ്സാണ്, എല്ലാം നല്ല പിള്ളേരുകളാണ്. എനിക്ക് നല്ല അഭിപ്രായം പറയാനുള്ളൂ. ചേച്ചിയുടെ അഭിനയം കണ്ടിട്ട് മക്കളുടെ വിലയിരുത്തൽ എന്താണ്? മക്കളെന്താ, എനിക്ക് മക്കളൊക്കെ കുഴപ്പമില്ല, അങ്ങനെ നല്ല അഭിപ്രായമൊക്കെ ഇതുവരെ നല്ല അഭിപ്രായം പറഞ്ഞേക്കുന്നത്. നാളത്തെ കാര്യം അറിയത്തില്ല. എന്തെങ്കിലും ഇത് അയ്യോ അമ്മ ചെയ്ത് ശരിയായില്ല, മോശമായി എന്നങ്ങനെ പറയാറുണ്ടോ? ഇല്ല, പറയാറില്ല. ശരിക്കും ഈ പിങ്കി എനിക്ക് പലപ്പോഴും ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പല പടങ്ങളും ഇച്ചിരിയോട് നന്നാക്കാമായിരുന്നു, അല്ല ഇച്ചിരിയോട് ടാപ്പിങ് ശരിയാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അല്ല മക്കളാരും ഒന്നും മോശമാണെന്നോ അല്ലെങ്കിൽ അത് കൊള്ളത്തില്ലെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇളയമകൾ പിങ്കിയും സിനിമയിൽ നായികയായിട്ടൊക്കെ പിങ്കി 2 പടം ഹീറോയിനായിട്ട് അഭിനയിച്ചു. അത് 2 പടം ആർട്ട്-പടമായിരുന്നു 2 പടം. പിന്നെ നല്ല പടത്തിൻ്റെ ഒരു തിരക്ക് വന്നപ്പോഴത്തേക്കും കല്യാണം വന്നു. പിന്നെ പിള്ളേരെല്ലാം ഒന്ന് സെറ്റിലാകണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. രണ്ടാമത്തെ മോളും വിദേശത്താണല്ലേ? രണ്ടാമത്തെ മോളും ഓസ്ട്രേലിയയിലാണ്. ഇളയ മകൻ മോന് നടുക്കത്തെ എൻ്റെ മോൻ UK-യിലാണ്. അപ്പോൾ 3 വരെ അങ്ങ് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഞാനും പപ്പയേ ഉള്ളൂ ഇവിടെ. പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ പേപ്പർക്ക് വന്നപ്പോൾ ഞങ്ങളുടെ 3 മക്കൾക്ക് പിങ്കി നന്നായിട്ട് ഡാൻസ് ചെയ്യും. അവൾ നന്നായിട്ട് എന്താ പറയണേ എല്ലാ കഴിവുണ്ട് അവൾക്ക്. അതുപോലെ എൻ്റെ മോന് അത്യാവശ്യം അവനും എഴുതും. അവൻ എന്താ പറയണേ ഇച്ചിരി ഇങ്ങനെ പുറകോട്ട് നിൽക്കുന്നവനാണ്. അവന് നല്ല വാസനയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വലിയ സ്വത്തുക്കളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഞങ്ങളുടെ കഴിവുകളൊക്കെ ഞങ്ങൾ മക്കൾക്ക് വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അമ്മയും അല്ലെങ്കിൽ അച്ഛനിൽ നിന്നും എന്താ പറയുക മക്കൾ കൊടുക്കാണ്ട് ഏറ്റവും വലിയ കാര്യം അത് ചെയ്തു കഴിഞ്ഞു. നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കഴിവുകളെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന കഴിവൊക്കെ കൊടുത്തിട്ടുണ്ട്. പുതിയ കഴിവുകൾ ഇനി അവരായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ലോകത്ത് ആദ്യമായിട്ടാണ് ഒരമ്മ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. കാരണം സാറിന് പറയുന്നത് എൻ്റെ മൂത്ത മകൾക്ക് എൻ്റെ 2 ഏക്കർ സ്ഥലവും പുരയിടവും കൊടുത്തു, എൻ്റെ ഇളയ മകൾക്ക് ഇതുപോലെ എൻ്റെ കുറച്ച് ബിൽഡിങ് ഒന്ന് കൊടുത്തു, എൻ്റെ മോന് ഇന്ന വസ്തുവും വീടും കൊടുത്തു. അതിന് പകരം പറയുന്നത് അവർക്ക് ഒരാൾക്ക് അഭിനയിക്കാനുള്ള കഴിവ് കൊടുത്തു, ഒരാൾക്ക് ഡയറക്ഷൻ ചെയ്യാനുള്ള കഴിവ് കൊടുത്തു. പപ്പയുടെ കഴിവുകൾ അവിടെ കൊടുത്തു. എൻ്റെ കഴിവുകൾ പിന്നെ എൻ്റെയും പപ്പയുടെയും കഴിവുകളുടെ മൂത്ത മോള് കുറച്ച് കൊണ്ടുപോയി. അതുപോലെ തന്നെ എൻ്റെ കുറെ കഴിവ് പിങ്കി കൊണ്ടുപോയി. ശരിക്കും പറയാൻ നിങ്ങളുടെ മക്കൾ എന്നെ അവർ എന്ന് സമ്മതിക്കുകയാണ്. അവരുടെ അതിലുണ്ട് അവരുടെ കഴിവ്, അവരുടെ കഴിവ് ഇങ്ങനെ അവർ മനസ്സിൽ വെച്ച്. നല്ലതാ, മാതാപിതാക്കളുടെ നല്ല കഴിവുകൾ മക്കളിലേക്ക് പകരപ്പെടുക, അത് വലിയ കാര്യമാണ്. അതാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ നല്ല ശീലങ്ങൾ അവരെ അനുവർത്തിക്കുമ്പോഴേ നമുക്ക് സന്തോഷം തോന്നുന്നു. ദൈവം നിശ്ചയമാണ്. പിന്നെ എനിക്ക് നല്ല മക്കളെ തന്നെയാണ് ദൈവം തന്നെ. അത് തന്നെ ദൈവത്തിന് ഒരുപാട് നന്ദി. മക്കളെ ഓർത്ത് എനിക്കൊരു ടെൻഷനൊന്നും ഇല്ലല്ലോ. ഹാപ്പി അല്ലേ? ഒരു സിനിമ സംവിധാനം ചെയ്യണം അല്ലെങ്കിൽ ഒരു സിനിമ എഴുതണം, തിരക്ക് എഴുതണം എന്നൊക്കെ ചേച്ചിയിൽ ഞാനോ? അല്ല, അത് മോള് തന്നെ ചെയ്ത് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ച കാര്യമല്ല. എന്നെ ഞെട്ടിച്ച് കളഞ്ഞ അവള്. സത്യം പറഞ്ഞാൽ അവള് ഷോർട്ട് മൂവി കണ്ടിട്ട് ഞാൻ ഞെട്ടി പോയി. ഞാൻ ഒരുപാട് കാര്യം കൂടെ ചെയ്തു. സന്തോഷം കൊണ്ട്, സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. അയ്യോ എൻ്റെ കുഞ്ഞിന് ഇത്രയും കഴിവൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞ് ഞാൻ ഇത് അറിയാതെ പോയോ ഞാൻ എന്നുള്ള രീതി പറഞ്ഞ വിഷമമായിരുന്നു. അറിഞ്ഞിരുന്നില്ല. അതെ, ഇല്ല
അവൾ എഴുതുമായിരുന്നു. പക്ഷെ അവൾ ഇങ്ങനെ അവൾ സ്വന്തമായിട്ട് എഴുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തവൾ. അവളെ കോഴ്സ് പഠിച്ചവിടെ. ഒരു ക്യാമറയുടെ പുറകിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളതെല്ലാം പഠിച്ചു അവിടെ. എഡിറ്റിങ്, മിക്സിങ്, പിന്നെ കളറിങ്, ഇതെല്ലാം അവളവിടെ പഠിച്ചതിന് ശേഷമാണ്. എനിക്ക് ആക്ച്വലി ക്യാമറയുടെ പുറകിൽ എന്തായാലും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിലോട്ടൊന്നും ഇറങ്ങി ചെന്നിട്ടില്ല. നമ്മൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുക, ഡബ് ചെയ്യുക, നമ്മൾ വീട്ടിൽ പോവുക. പക്ഷെ ഇതല്ല, ഒരു ക്യാമറയുടെ പുറകിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ ഒന്നും കൂടെ ഞാൻ ഇതിലോട്ടൊന്ന് അടുത്തറിഞ്ഞത് എൻ്റെ മോള് ഈ ഷോർട്ട് ഫിലിം ചെയ്ത് അതിന്റെ ബാക്കി വർക്ക് ഇവിടെ കേരളത്തിലാണ് ചെയ്തത്. അത് അഭിനയിച്ചിരിക്കുന്ന ഇതിന്റെ ആക്ടേഴ്സ് കംപ്ലീറ്റ് ഓസ്ട്രേലിയൻ ഹോളിവുഡ് മറ്റേ ഇംഗ്ലീഷുകാരാ. അതിന്റെ ക്രൂ കംപ്ലീറ്റ് ക്യാമറ എല്ലാം ഇംഗ്ലീഷുകാരാ. അവൾ അവിടുന്ന് അത് ചെയ്തിട്ട് ഇവിടെ വന്ന് ലിജു പ്രഭാകർ DA ചെയ്തേക്കുന്ന കളറിസ്റ്റ്, പിന്നെ നമ്മുടെ പ്രിയനന്ദ സാറിന്റെ എഡിറ്റർ, പിന്നെ പുതിയ പിള്ളേരായിരുന്നു മ്യൂസിക്കൊക്കെ സിബി സാർക്ക് ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം ഒരു ഹോളിവുഡ് ഷോർട്ട് മൂവിക്ക് നമ്മുടെ ഒരു കൾച്ചറിൽ നിന്നൊരു മ്യൂസിക് ചെയ്യാന്ന് പറയുന്നത് അതൊക്കെ സാറിനെ അത്ഭുതപ്പെടുത്തി. മനസ്സിലായോ? അവൾ അവിടെ അതുപോലെ തന്നെ അവിടെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തും എടുത്തുമൊക്കെയാണ് അവിടെ ആർട്ടിസ്റ്റ് കാസ്റ്റൊക്കെ അവളെ ആൾക്കാരെ അവിടെ എടുത്തത്. മനസ്സിലായില്ലേ? അല്ല, എനിക്കത് മലയാളത്തിലെ പ്രഗത്ഭ സംവിധായകരാണ് ജോഷി സാറും സിബി സാറും ഒക്കെ. അപ്പോൾ അവർ ഒരു കണ്ടിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബി സാർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇത് ആദ്യം മ്യൂസിക് പോലും ഇല്ലാതെ എഡിറ്റിംഗ് ചെയ്ത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് സാറിനെ കൊണ്ട് കാണിച്ചു. സാറിനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു സാറിൻ്റെ വീട്ടിൽ. ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ സാറിന് അന്ന് നമ്മുടെ ഈ പടം ആൻ്റണി ഇറങ്ങിയിട്ടില്ല ആ സമയത്ത്. സാറൊന്ന് ദുബായി പോവുക. പെട്ടെന്ന് അതിനകത്ത് ലിജു കൂടി പറഞ്ഞു, ഇതൊരു പ്രിവ്യൂ ഇവിടെ വെക്കുക, ഒരു 5-6 പേരെങ്കിലും ഇവിടെ കാണട്ടെ. ജോഷി സാറല്ല, ലിജു പ്രഭാകർ, നമ്മുടെ കളറിസ്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, കൊച്ചു ചെയ്ത് കുറച്ച് പേരെങ്കിലും കാണട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ ആർക്കും ഒന്നും പറയാനില്ല. പടം കണ്ട ആൾക്കാർ ഇങ്ങനെ ഇരുന്നു പോയി. ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു തിയേറ്ററിൽ. നല്ലതായിട്ട്. ഇപ്പം അത് ഭയങ്കര എനിക്ക് എന്താ പറയണേ, ഭയങ്കര ഒരു സന്തോഷം എന്ന് പറയാ, ഒരമ്മ എന്ന രീതിയിൽ എനിക്ക് വളരെയധികം ഒരു അഭിമാനം തോന്നിയ എനിക്ക് നിമിഷങ്ങളായിരുന്നു. അതായത് എൻ്റെ മകൾ ചെയ്ത വർക്കിനെ ഇത്രയും പേര് ഒരുമിച്ച് ക്ലാപ്പ് പിന്നെ എനിക്ക് എൻ്റെ കണ്ണെറിയാൻ സന്തോഷം കൊണ്ട് ഞാനിങ്ങനെയൊക്കെ എനിക്ക് വാക്കുകൾ പറയാം. ഞാൻ മൈക്കെടുത്തുകൊണ്ട് വാക്കുകൾ എനിക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട്. അത് റിലീസായിട്ടില്ല. റിലീസാകുമ്പോൾ എല്ലാവരും കാരണം അത് ഫെസ്റ്റിവലിന് അയച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ റിലീസ്. കിട്ടട്ടെ, നിറയെ അവാർഡുകൾ കിട്ടട്ടെ, നിറയെ പാരിതോഷികങ്ങൾ ലോകമെമ്പാടും അത് എത്തട്ടെ. മകളുടെ ആ ഒരു ഉയർച്ചയിൽ നമുക്ക് സന്തോഷിക്കാം. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഇത് ഇംഗ്ലീഷ് പടങ്ങളല്ല, മലയാളത്തിൽ നല്ല. സിബി സാറ് പറഞ്ഞു മോളെ നീ, ജോഷി സാറും പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് മൂവി ചെയ്യണം. സിബി സാർ പറഞ്ഞു മോളെ നീ എത്രയും പെട്ടെന്ന് നീ മലയാള പടം ചെയ്യണം എന്ന് പറഞ്ഞു. അവളിപ്പോ എന്തായാലും മലയാളത്തിന്റെ ഒരു സംഭവം അവള് സ്വിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. താമസിക്കാതെ അവളിവിടെ വരും. കാണേണ്ട ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ, സംസാരിക്കട്ടെ. ചേച്ചി, നാടകത്തിൽ നിന്നാണല്ലോ, നാടകമാണല്ലോ തട്ടകം. അപ്പോൾ സ്വന്തമായിട്ടൊരു സമിതി ഉണ്ടായിരുന്നു. ഒത്തിരി പ്രൊഫഷണൽ നാടക രംഗത്ത് ശോഭിച്ചൊരു സമിതിയായിരുന്നു. ഹസ്ബൻഡിൻ്റെ എഴുത്തിലൂടെ ഹസ്ബൻഡിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. നല്ല എഴുത്തുകാരൻ, നല്ല രചയിതാവ്, നാടക രചയിതാവും. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം? ചേച്ചി അഭിനയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നാടകരംഗത്ത് സമിതിയുണ്ട്. ഹസ്ബൻഡ് എഴുതും. പിന്നെ ഹസ്ബൻഡ് അന്ന് റെസ്റ്റോറന്റ് ബിസിനസ് ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ എല്ലാം കൂടെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് എഴുത്തിൽ ചേച്ചി സഹായിക്കുമായിരുന്നു. ഞാനൊന്നും സഹായിക്കാറില്ല. എനിക്ക് വേണമെങ്കിൽ വലിയ ഭാവമൊക്കെ പറയും ഞാൻ കൂടുമായിരുന്നു തോന്നുമ്പോൾ. ഞാൻ എന്താ നോട പറയുന്നേ, ഞാനൊന്നും കൂടാറില്ല. അപ്പൊ അവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതുന്ന കാണാം. ഇരുന്ന് ചായ ഇടയ്ക്ക് നന്നായിട്ട് വലിക്കുമായിരുന്നു സിഗരറ്റ്. പക്ഷെ മോള് ഉണ്ടായതിനു ശേഷം വലിയൊക്കെ നിർത്തി, വലിയില്ല. നാടകത്തിൽ ഇത്രയും ശോഭിച്ച ആൾക്ക് സിനിമയിലേക്ക് ചേക്കേറൊരു മോഹം ഉണ്ടായിരുന്നില്ലേ? ബാബുച്ചന് അങ്ങനെ ഒരു ഉത്സാഹം ഒന്നും കാണിച്ചില്ല. പിന്നെ പപ്പ എപ്പോഴും എന്താ പറയാ, എനിക്കറിയില്ല എന്താ പപ്പ അതൊന്നും ഉത്സാഹിക്കാൻ ചെന്ന്. ബാക്കി നാടകം അന്നും ക്രേസ്. അന്ന് ഞാൻ സിനിമയിൽ വന്നത് നമുക്ക് സമിതിയുണ്ട്. അപ്പം നാടകം കളിച്ചോണ്ടാണ് ഇരിക്കുന്നത്. നാടകങ്ങൾ കളിച്ചോണ്ട് തന്നെ ഇരുന്നത്. പിന്നെ ഈ കോവിഡ് വന്ന സമയങ്ങളിലൊക്കെയാണ് നാടകം നിന്ന് പോയത്. ആ നാടകത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് സിനിമയിലേക്ക് ചേക്കേറുന്ന സമയത്ത് ചേച്ചി എൻഗേജ്ഡ് ആണല്ലോ. എങ്കിലും നാടകത്തോട്ടൊരു മമത ഉണ്ടായിരുന്നോ? എനിക്ക് നാടകം അന്നും ഇന്നും എൻ്റെ ജീവൻ അവസാനം വരയ്ക്ക് നാടകം ഇഷ്ടമാണ്. പിന്നെ ഒരു പരിധിവരെ സിനിമയേക്കാൾ നാടകം ഞാൻ എപ്പോഴും നെഞ്ചോട് ചേർന്ന്. എനിക്ക് നാടകം എന്ന് പറഞ്ഞാൽ നമുക്കത് എന്താ പറയുന്നത്, അത് നമ്മുടെ തട്ടവിടെയാണ്. നമ്മൾ എത്ര നിന്ന് പൊക്കത്ത് പോയി ട്രോഫി മേടിച്ചാലും നമ്മൾ നിന്നിടത്തുനിന്ന് എവിടെ നിന്നാ പോയെന്ന്
നമ്മൾ നിന്നത് എവിടെയാ? തട്ടയില. ആ തട്ടയിൽ തന്നെ നമ്മൾ വരും. എത്ര ട്രോഫി പഠിച്ച് മേളിൽ കയറി പോയാലും നമ്മൾ താഴോട്ട് ചാടുന്ന തട്ടയിലോട്ടാ എന്ന് പറയുന്ന പോലെ ഞാൻ ആ എന്ത് ഉയരങ്ങളിൽ ചെന്നാലും നാടകം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അഭിനയിച്ചതിൽ ഏതെങ്കിലും കഥാപാത്രങ്ങൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടോ? അതായത് ഞാൻ അഭിനയിച്ച കഥാപാത്രങ്ങളിൽ വളരെ നെഞ്ചുരുകി അല്ലെങ്കിൽ വളരെയധികം അങ്ങനെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ 100-150 പടം സിനിമകളിൽ? പിന്നെ അങ്ങനെ ഞാൻ ചെയ്തില്ല. സ്പർശം എന്ന് പറഞ്ഞ പടം, ഒരു പടം അന്ന് ഞാനത് മനോജ് കെ ജയൻ്റെ അമ്മയായിട്ട് മുരളിച്ചേട്ടനായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അതിനകത്ത് വളരെയധികം എന്താ പറയണേ സാഡായിട്ട് ഉള്ള സീക്വൻസ് ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തൊന്നും ഒരു പ്രേക്ഷകർ ചിലപ്പോൾ ഞാൻ കരഞ്ഞുള്ള പടമൊന്നും ചിലപ്പോൾ കണ്ടു കാണില്ല. എല്ലാവരും ഞാൻ ചിരിപ്പിക്കുകയും ഇങ്ങനെ ചെയ്യുന്ന പടങ്ങളല്ലേ കാണുന്നത്. ഇനിയും ഞാനും ഒന്ന് മാറി എടുക്കണം പടങ്ങൾ. എന്നുകൊണ്ട് ശരിക്കും ഒരു കോമഡി ചെയ്യേണ്ടെന്നല്ല, ഞാനും ഒരു നല്ല സ്ട്രോങ് ഇച്ചിരി ഒരു കുറച്ച് നല്ല ഡെപ്ത് ഉള്ള നല്ല കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടണം. നമുക്ക് അത് തരേണ്ട സമയം അതിക്രമിച്ചു. കാരണം ഇത്രത്തോളം വാസനയുള്ള, ഇത്രത്തോളം കലാ സ്വാധീനമുള്ള ഒരു അത്രത്തോളം അർപ്പണ മനോഭാവമുള്ള ഒരു കലാകാരി ആകുമ്പോഴേക്കും സംവിധായകരും തിയേറ്റർ അറിഞ്ഞ് തരേണ്ടതാണ്. വരും, വരാതിരിക്കാതെ ഇതൊക്കെ വരാതെ എവിടെ പോകാനാന്ന് എല്ലാം വരും. നമുക്ക് കിട്ടേണ്ടത് പിന്നെ ഞാൻ വളരെ ഭയങ്കര വിശ്വാസക്കാരുത്തിയാ. കുറച്ചൊരു ഗ്യാപ്പ് വരും, അത് ഇരിക്കട്ടെ, നല്ലതിനായിരിക്കാം. അടുത്തൊരു ചുവടുവയ്പ്പിന് നല്ലതായിരിക്കാം. അപ്പൊ അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ അവിടെ ഇച്ചിരി ബാലൻസ് വരുമ്പോഴത്തേക്ക് ഞാൻ എവിടെയായാലും നമ്മുടെ കഥാപാത്രം ഞാൻ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ സീരിയലിൽ ഞാൻ മിസ്സസ് ഹിറ്റ്ലറിൽ നല്ല സൂപ്പർ വേഷമായിരുന്നു. അതിനകത്ത് എൻ്റെ പക്കാസിൻ്റെ ഭയങ്കര സെൻറ്റിമെൻറ്റ്സും ഹ്യൂമറും ഒക്കെ ഉള്ളൊരു അമ്മയായിരുന്നു. ഭയങ്കര ബോൾഡും ഒക്കെ ഉള്ള ഭക്തിയായ ഒരു കൃഷ്ണാൽ ഒരു അമ്മയായിരുന്നു അതിനകത്ത് ഞാൻ. പിന്നീട് ഞാൻ ഇപ്പം ചെയ്ത് അമ്മക്കിളിക്കൂടെന്നും പറഞ്ഞൊരു സീരിയൽ ഞാൻ ചെയ്തായിരുന്നു. അതിനകത്തൊരു മുത്തശ്ശിയായിട്ടാണ് ഞാൻ. ഒരു മകനുമായിട്ട് ഭയങ്കര അടുപ്പമുള്ളൊരു ഒരു അമ്മ, പക്ഷെ ഭയങ്കര നല്ല മെസ്സേജ് കൊടുക്കുകയും നല്ല പോസിറ്റീവ് ഉള്ള ഒരു മുത്തശ്ശിയായിട്ടായിരുന്നു. അമ്പിളിച്ചേട്ടനോടൊപ്പമാണല്ലോ കുറേയധികം ചിത്രങ്ങളിൽ അഭിനയിച്ചത്. അതെ, എങ്ങനെയായിരുന്നു അമ്പിളിച്ചേട്ടനോട്ടുള്ള അമ്പിളിച്ചേട്ടൻ്റെ പൊന്നു അതൊന്നും ഓർക്കാൻ പോലും വയ്യ. അമ്പിളിച്ചേട്ടനോട് അഭിനയിക്കുന്ന നിമിഷങ്ങളൊക്കെ വളരെ എന്താ പറയുന്നത് ഭയങ്കര ടെൻഷനുണ്ട് അഭിനയിക്കുമ്പോൾ. എന്നാൽ നമുക്ക് പക്ഷേ ഇന്നത്തെ പോലെ ക്യാമറ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് സൈലൻറ്റ് ക്യാമറയല്ല. ഞാനൊക്കെ അഭിനയിക്കുമ്പോൾ മമ്മൂക്കായാലും ലാലേട്ടനൊക്കെ ആയാലും അഭിനയിക്കുന്ന കാലത്തുള്ള ക്യാമറ കറന്ന് കേൾക്കുന്ന ക്യാമറയാണ്, ശബ്ദം ഉണ്ടാവും. ആക്ഷൻ എന്ന് പറയുമ്പോൾ ക്യാമറ ആദ്യം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ എന്താ പറയുക, ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. അമ്പിളിച്ചേട്ടൻ്റെ ഈ ഡയലോഗ് പ്രസൻറ്റേഷനിൽ നമുക്ക് ഡയലോഗ് പെട്ടെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായിട്ടുണ്ടോ? അത് ഞാൻ മറ്റേ ആദ്യം അഭിനയിക്കുന്നത് വാഴുന്നൂരിൽ അമ്പിളിച്ചേട്ടൻ റിഹേഴ്സലിൽ കാണിച്ചതല്ല, ടേക്ക് കാണിച്ചത്. അപ്പോൾ കൺഫ്യൂഷൻ വന്നു എനിക്ക്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ പറഞ്ഞു അതൊന്നും നോക്കണ്ട, പൊന്നമ്മയുടെ ടൈമിന് കറക്റ്റ് പറഞ്ഞു, ഞാനങ്ങനെ പല കാര്യങ്ങളും ചെയ്യും എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എനിക്ക് മനസ്സിലായി അമ്പിളിച്ചേട്ടൻ അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുമെന്ന്. അതുകൊണ്ട് അമ്പിളിച്ചേട്ടൻ അമ്പിളിച്ചേട്ടൻ അങ്ങനെ നമ്മൾ ഒഴുക്കിനൊത്തും അമ്പിളിച്ചേട്ടൻ അഭിനയിക്കുന്ന അമ്പിളിച്ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. ഓ ഭയങ്കര ഇഷ്ടമാണ് അമ്പിളിച്ചേട്ടൻ. നല്ലൊരു ജോഡിയായിരുന്നു നിങ്ങളുടെ തമ്മിലുള്ള കോമ്പിനേഷൻ. എത്രയോ പടം. ഇന്നസെന്റ് ലളിത ചേച്ചി എന്ന പോലെ തന്നെയാണ് അമ്പിളിച്ചേട്ടനും പൊന്നബാബു എന്ന കോമ്പിനേഷൻ ഒരു മികച്ച ജോഡിയായിട്ട് മാറി ശരിക്കും പറഞ്ഞാൽ. അതെ, എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് എല്ലാത്തിനെയും കാണുന്നു. ഇത്രയും സിനിമ ചെയ്യാനും അല്ലെങ്കിൽ ഇത്രയും കണ്ടുങ്ങളുണ്ട്, എത്രയും മെമ്മൻ്റെകൾ നേടിയിരിക്കുന്നു. മിക്കതും ഹിറ്റ് പടങ്ങളുടെ മെമ്മൻ്റെ ഈ വീട്ടിലിരിക്കുന്നത്. അതിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്നില്ലാത്ത കുറച്ച് സന്തോഷവും എങ്കിലും ചേച്ചി ഏറ്റവും കൂടുതൽ ഇപ്പം സിനിമയിൽ കാണുന്ന പൊന്നമ്മ ബാബു അല്ല, ഈ സ്റ്റേജുകളിൽ ഇളകി മറിഞ്ഞ് ചിലപ്പോൾ ഡാൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ കസറുന്ന രീതിയിൽ, ചിലപ്പോൾ എങ്ങനെ അതും ഈ പറഞ്ഞ പോലെ മറ്റൊരു എന്താ പറയുക മറ്റൊരു തലത്തിൽ എനിക്കൊന്ന് ഓഡിയൻസിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ചേച്ചിയുടെ ഒരു അതിൻ്റെ ഒന്നുമല്ല. സ്റ്റേജ് നമുക്ക് പുത്തിരി അല്ലല്ലോ, അതാണ് തട്ട് കണ്ടാൽ നമ്മളൊക്കെ മാറും, പിന്നെ മട്ടൊക്കെ മാറും. നമ്മള് സ്റ്റേജിൽ നിന്ന് വന്ന ആൾക്കാരാ. നമ്മൾ സ്റ്റേജ് കയറി കേട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്കിറ്റ് ആയാലും അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഡാൻസ്, ഞാൻ ബേസിക്കലി ഡാൻസർ ആണല്ലോ, ഈ തടിയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ പൊന്നമ്മ ബാബു ഡാൻസ് കളിക്കുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ മെലിഞ്ഞിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടല്ലോ എൻ്റെ ലൈഫിൽ. അപ്പം ആ സമയത്ത് ഞാൻ 3 വയസ്സ് മുതൽ നൃത്തം പഠിച്ചതാണ്. ആയിരുന്നു ഒരു പരിധി വരെ. ഒരു പരിധി എന്നല്ല, സത്യമാണ്, പ്രണയവിവാഹം തന്നെയായിരുന്നു. അല്ല ഈ മെലിഞ്ഞിരുന്നു എന്ന് പറയുമ്പോഴേ അന്ന് ഞാൻ 16 വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചല്ലേ, നല്ല ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചയാളാ. അപ്പോൾ പിന്നെ അന്ന് ഡാൻസ് ചെയ്യുമായിരുന്നു നന്നായിട്ട്. എന്നിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. മറ്റേ 16 കഴിഞ്ഞിട്ട് 18 വയസ്സിൽ ഞാൻ നാടകം, അന്ന് നമ്മൾ നാടക സമിതി ഉണ്ട് അപ്പോഴും. അത് പിന്നെ 18 വയസ്സായപ്പോഴും പിന്നെ നാടകത്തിൽ നിന്ന് മാറുന്നു. ഞാൻ മാറി, പിന്നെ മോളൊക്കെ ഉണ്ടാകുന്ന വന്നപ്പോഴത്തേക്കും നാടകത്തിൽ നിന്ന് പതുക്കെ മാറി. പിന്നെ 10-13 വർഷക്കാലം ഞാൻ അഭിനയിച്ചിട്ടില്ല. ഏത് നടിയാണ്
പൊന്നമ്മ ബാബു എന്ന കലാകാരിക്ക് ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്തത്? എനിക്ക് പഴയ കാലത്തെ നടിയുടെ പരിപാടി ജയഭാരതി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർക്കൊരു നാച്ചുറൽ ഡയലോഗ് പ്രസൻറ്റേഷനാണ് അന്നേ ഉണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ ഇല്ലല്ലോ. അന്നൊക്കെ ഇച്ചിരി ആർട്ടിഫിഷ്യൽ വേണമെന്നാ ആ സമയത്തൊക്കെ പറയുന്നത്. ഷീലാമ്മയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടം ആർട്ടിസ്റ്റുകളിൽ എനിക്ക് മരിച്ചുപോയ മീന ചേച്ചി. അവരൊരു ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സ്ത്രീയായിരുന്നു മീന ചേച്ചി. ലളിത ചേച്ചി എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം വളരെ ഡിഫറെൻറ്റ് കഥാപാത്രം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അത് കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒരേ സായിയായി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, സായി അമ്മയാണ് അമ്മ. ഈ വ്യത്യസ്തത വന്ന് ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റ് എനിക്ക് ആ ചെയ്യുന്നതിന് ഞാൻ ചെറുപ്പത്തിൽ അവരെല്ലാം കണ്ടൊക്കെയാണ്. അവരെല്ലാം കണ്ട ഞാൻ സിനിമയിൽ വരുന്നത്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ചേച്ചിക്ക് ചെയ്യണം, എനിക്ക് ഇന്ന ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾക്ക് തോന്നിച്ച അല്ലെങ്കിൽ മനസ്സിൽ ഹോണ്ട് ചെയ്ത അങ്ങനെ ഏതെങ്കിലും വേഷങ്ങളുണ്ടോ? കഥാപാത്രം ഇന്നത് കിട്ടണമെന്നൊന്നും എനിക്ക് ആഗ്രഹങ്ങളില്ല. എനിക്ക് വേണ്ടത് നല്ല ഡെപ്ത് ഉള്ളത്, നല്ല 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 പെർഫോം ചെയ്ത് ഞാൻ ചെയ്തിട്ടുള്ള ഇപ്പോൾ അമ്മയായാലും ഇപ്പം അല്ലെങ്കിൽ വില്ലത്തി ആയാലും അല്ലെങ്കിൽ ഹ്യൂമർ വില്ലത്തി ആയാലും അല്ലെങ്കിൽ ഹ്യൂമർ സെൻറ്റിമെൻറ്റ്സ് ആയാലും അതൊക്കെ നമുക്ക് നല്ല ഡെപ്തുള്ള, നമുക്ക് എന്താ പറയുക, നല്ല എറിച്ച് നിൽക്കുന്ന വേഷങ്ങൾ ചെയ്യണം. ത്രൂ ഔട്ട് ഒരു സീൻ ഒരു പടത്തിനകത്ത് 2, 3, 4, 5 സീൻ ചെയ്ത് പോയതുപോലെയല്ലേ പറയണേ. ഫസ്റ്റ് തൊട്ട് ക്ലൈമാക്സ് വരെ നിറഞ്ഞു നിന്ന് ആടി അന്ന് അതിലാണ് ഒരു കഥാപാത്രം ഒരു പുരസ്കാരം വീഴുള്ളൂ. ഒരു പടത്തിൽ ഞാൻ കയ്യടി വാങ്ങിച്ചു. ഞാൻ കയ്യടി വാങ്ങിച്ച പടങ്ങളാണ് താപ്പാന, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, നമ്മുടെ റോമൻസ്, കുറേ പടങ്ങൾ 1 സീൻ 2 സീൻ ചെയ്ത് അതൊക്കെ ഭയങ്കര കയ്യടിയും ഭയങ്കര അഭിപ്രായം നേടുക. പക്ഷെ അതിനൊക്കെ അവാർഡ് വീഴുമോ? ഇല്ല. അപ്പോൾ ചെയ്യേണ്ട വേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് നിന്ന് പെർഫോം ചെയ്ത് ഇതാണ് ഈ കഥാപാത്രം അവർ ചെയ്യുന്നത്. ബാബു എന്ന് പറയുന്നത് ഇന്ന ആളാണ് അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു ത്രൂ ഔട്ട് നിന്ന് കളിച്ച് നമ്മൾ തന്നെ ചിലവരല്ലേ ഫുട്ബോളൊക്കെ തന്നെ നമ്മൾ അല്ലെങ്കിൽ ബാസ്കറ്റ് നമ്മൾ തന്നെ കളിച്ച് ജയിക്കുക, ക്രിക്കറ്റ് കളിക്കുന്ന കളിച്ച് ജയിക്കുക എന്ന് പറയുന്ന പോലെ ഒരെണ്ണം നമ്മൾ നിന്ന് നിൽക്കുന്ന ഒരു സമയം അവർ ചെയ്യും. ഞാൻ താമസിക്കാതെ മനോഹരമായ ആ കഥാപാത്രം ചേച്ചി ആഗ്രഹിക്കുന്ന അളവിൽ, കാരണം ചേച്ചിക്ക് ആഗ്രഹിച്ചതിനപ്പുറം ദൈവം തന്നു കഴിഞ്ഞു. ചേച്ചിക്ക് തന്നത് എന്താണെന്നും ഇനി തരാനിരിക്കുന്നത് എന്താണെന്നും ഒരു മനുഷ്യനും അറിയത്തുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചേച്ചി ആഗ്രഹിക്കുന്നതിനപ്പുറം, ചിന്തിക്കുന്നതിനപ്പുറം മനോഹരമായ ആ ചേച്ചി ആഗ്രഹിക്കുന്നതിനപ്പുറമുള്ള പ്രേക്ഷക ലക്ഷ്യങ്ങൾ ഒരുമിച്ച് എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ ഇനി ഉണ്ടാകട്ടെ. ഇനിയുള്ള കാലത്ത് 2024 പിറക്കാൻ പോവുകയാണ്. ആ പിറക്കുമ്പോൾ തന്നെ അടിസ്ഥാനപ്പെടുത്തുന്ന എന്താ പറയുക, സിനിമയിൽ എന്താ പറയുക, ആദ്യ ഫ്രെയിം മുതൽ അവസാന ഫ്രെയിം വരെ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ, സ്പർശിക്കുന്ന, ഹൃദയം തുളയ്ക്കുന്ന നല്ല കഥാപാത്രം ജഗദീശ്വരൻ തരുവാൻ ഇടവരട്ടെ. അതിന് ദൈവം നല്ല ഡയറക്ടേഴ്സിനെയും നല്ല സ്ക്രിപ്റ്റിനെയും തിരഞ്ഞെടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്തരമൊരു അവസരത്തിലൂടെ അല്പനേരം സംസാരിക്കാൻ, വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുവാനും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നന്ദി. താങ്കളുടെ നല്ല വാക്കുകൾക്ക് താങ്ക് യു സോ മച്ച്.